Good morning. Opening hours in a പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സർ, അതായത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്നാൽ അവിടെ നിന്ന് പിന്നീട് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ പുതുതായിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. PSU ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും സമാനമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു PSU ബാങ്ക് സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഡാറ്റ പരിശോധിക്കുകയാണെങ്കിലും ഒരു നേട്ടം തന്നെയാണ് നിഫ്റ്റി 50 രേഖപ്പെടുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഈ ഒരു നിമിഷങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. സെക്ടോറിയൽ പെർഫോമൻസ് ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ മിക്സഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ടേക്ക് ഓവർ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ US നിന്ന് ഒരു ടേൺ അറൗണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ഡാറ്റയിൽ കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഇടിവിന് ശേഷം നാസ്ഡാക്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നാസ്ഡാക്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. S&P 500 സൂചിക പരിശോധിക്കുകയാണെങ്കിൽ 0.38% നേട്ടം ഉണ്ടാക്കുന്നു. ഡോ ജോൺസ് സൂചികയിലേക്ക് കടക്കുകയാണെങ്കിലും ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. US നിന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NVIDIAയുടെ മൂന്നാം പാദഫലമായിരുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് ഹൈ വരുമാനം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 62% വർധനമുണ്ടാകുന്നു. ക്വാർട്ടർലി പരിശോധിക്കുമ്പോൾ 22%. ഡാറ്റ സെൻറ്റർ നിന്നുള്ള ഒരു റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ $51 ബില്യൺ എത്തിയിരിക്കുന്നു. അതായത് ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ 66% ഒരു വർധനമുണ്ടാകുന്നു. ഗെയിമിംഗ് സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ $4.3 ബില്യൺ ഒരു വരുമാനമാണ് ഉണ്ടാകുന്നത്. ഓട്ടോമോട്ടീവ് വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ $592 മില്യൺ എന്ന് പറഞ്ഞ ഒരു നിരക്കിലുമാണ് കാണാൻ വേണ്ടിയിട്ടും സാധിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ US വിപണിയുടെ എസ്പെഷ്യലി നാസ്ഡാക്ക് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇടിവിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫെഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് കൂടാതെ ഉണ്ടായിരുന്നത് NVIDIA സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി ഏത് രീതിയിൽ അതിൻ്റെ പാദഫലം പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ പ്രതീക്ഷക്കത്ത് ഉയരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്താണ് സാറിൻ്റെ ഒരു ടേക്ക്? നിഖിൽ, ഇതിനകത്ത് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ AI ട്രേഡ് ഈസ് ബാക്ക് ഇൻ US അല്ലേ? നമ്മൾ എന്താണോ അവിടെ നമ്മൾ ആലോചിച്ചിരുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ AI കേപ്പബിലിറ്റീസ് ഉള്ള US സ്റ്റോക്കുകൾക്ക് ഒരു ബബിൾ ടെറിട്ടറിയിലേക്ക് വരികയാണെങ്കിൽ, അവിടെ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാസ്കേഡിങ് എഫക്റ്റ് ലോകത്തുള്ള പല മാർക്കറ്റുകളിലും, അത് ഉദാഹരണത്തിന് തൈവാൻ ആയിക്കോട്ടെ, സൗത്ത് കൊറിയ ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, അവിടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് സ്റ്റോക്സിനും അതിൻ്റെ ഒരു കാസ്കേഡിങ് എഫക്റ്റ് സംഭവിച്ചേക്കാം. അതായത് AI എന്ന് പറയുന്ന ഒരു ബബിൾ ടെറിട്ടറിയിലേക്ക് പോകുന്നോ എന്നുള്ളതാണ് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് ആണെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ 2-3 എന്താ പറയുക ട്രേഡിംഗ് സെഷനായിട്ട് US AI സ്റ്റോക്സിൻ്റെ ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഉറ്റുനോക്കിയിരുന്നത് NVIDIAയുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും. റിസൾട്ട് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ജാനുവരി ക്വാർട്ടർ, അടുത്ത ക്വാർട്ടറിലേക്ക് അവരുടെ ഗൈഡൻസ് എങ്ങനെയായിരിക്കും, ജെൻസൺ ഹുവാങ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് ഉറ്റുനോക്കിയിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ആ ഒരു റിസൾട്ട് നന്നായാൽ മാത്രമേ അവിടെ ശരിക്കും പറഞ്ഞാൽ US മാർക്കറ്റിനെ ഒരു താങ്ങി നിർത്തുന്ന രീതിയിലേക്ക് വരുള്ളൂ. ആ റിസൾട്ട് മോശമായാൽ തീർച്ചയായിട്ടും US മാർക്കറ്റിൽ എസ്പെഷ്യലി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ MAG 7 സ്റ്റോക്സ് പ്ലസ് ബ്രോഡ്കോം പ്ലസ് പലാന്റർ എന്ന് പറയുന്ന സ്റ്റോക്സ്, അതായത് S&P 500 9 സ്റ്റോക്സ് എന്ന് അല്ലെങ്കിൽ 10 സ്റ്റോക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് മാക്സിമം പറയാം. ബാക്കി 490 സ്റ്റോക്സ് മാറ്റി വെച്ചിട്ട് ഏതാണ്ട് ട്രേഡ് കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഈ സ്റ്റോക്കുകളിലാണെന്നുള്ള. അപ്പോൾ ഇതിലൊരു സെല്ലിംഗ് വരികയാണെങ്കിൽ, NVIDIAയുടെ റിസൾട്ട് മോശമായതിനെ തുടർന്ന് ഇതിലൊരു സെല്ലിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുതൽ ഈ പറയുന്ന പോലെ US മാർക്കറ്റിൽ ഒരു ഭേദപ്പെട്ട കറക്ഷൻ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ കാസ്കേഡിംഗ് എഫക്റ്റ് മറ്റുള്ള രാഷ്ട്രത്തിലേക്കും വരും. അങ്ങനെയാണെങ്കിൽ പൈസ എമർജിങ് മാർക്കറ്റ്സിലേക്ക്, റിസ്കിയർ അസറ്റ്സിലേക്കും കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ US ഫെഡിൻ്റെ റേറ്റ് കട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ മണി ചീപ്പറായി. അപ്പോൾ മണി വിൽ ചേസ് എമർജിങ് മാർക്കറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നിങ്ങനെ രീതിയിലാണ് നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ ഇപ്പം കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ US ഇന്നലെ വന്ന, അതായത് ഇന്ന് രാവിലെ നമുക്ക് വന്ന ഈ NVIDIAയുടെ റിസൾട്ട്സ് പറഞ്ഞാൽ നല്ല ഫാബുലസ് റിസൾട്ട്സ് ആയിരുന്നു എന്നുള്ള, അതായത് AIക്ക് യാതൊരു പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ട്രേഡ് വന്നതെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രിപ്റ്റോ കറൻസിയിൽ, അതായത് ഇവിടെ ഒരു സെല്ലിംഗ് നടന്ന് ആ പൈസ എമർജിങ് മാർക്കറ്റ്സിലും ക്രിപ്റ്റോ കറൻസിയിലും, അതായത് റിസ്കിയർ അസറ്റ്സിലേക്ക് കയറും എന്നാണ് ലോകത്തിലുള്ള ട്രേഡ് സെറ്റപ്പ്. അതിൽ
ക്രിപ്റ്റോ കറൻസിയിലേക്ക് ട്രേഡ് പോകുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ തെളിയിച്ചു എന്നുള്ള കാര്യം. ക്രിപ്റ്റോ കറൻസി അതിൻ്റെ ഇടയ്ക്ക് $90,000 താഴെ വരെ വന്നവരെ നമ്മൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നല്ല. അപ്പോൾ ആ ട്രേഡ് സെറ്റപ്പ് നമ്മൾ എങ്ങനെയാണോ ഫ്ലോ ഓഫ് മണി പ്രെഡിക്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിനുള്ള ഇൻട്രസ്റ്റ് US വീണ്ടും കൂടുന്നു. അത് കാരണം ജാപ്പനീസ് മാർക്കറ്റിലെ AI സ്റ്റോക്സും നന്നായിട്ട് പെർഫോം. കാര്യം ജാപ്പനീസ് മാർക്കറ്റിലും അടി കിട്ടിയിരുന്നത് AI റിലേറ്റഡ് സ്റ്റോക്സ് ആയിരുന്നു. അതും ഈ NVIDIAയുടെ റിസൾട്ടിൻ്റെ പുറകിൽ അതും കയറി തുടങ്ങുന്നു എന്നുള്ളതാണ് കാര്യം. എന്നാൽ ഈ പൈസ ഇവിടെ സെല് ചെയ്ത് എങ്ങോട്ടാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ക്രിപ്റ്റോ കറൻസിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ക്രിപ്റ്റോ കറൻസി വേണ്ട രീതിയിൽ പെർഫോമും ചെയ്യുന്നില്ല. ബട്ട് ഇതിനകത്ത് സാധാരണ അങ്ങനെയാണെങ്കിൽ എമർജിങ് മാർക്കറ്റ്സിലേക്ക് പൈസ വരില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്ലസ് ആയി എന്ന് മാത്രമല്ല, നമ്മൾ വി ആർ ജസ്റ്റ് 1% അവേ ഫ്രം ഓൾ ടൈം ഹൈ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം വളരെ ക്രൂഷ്യലാണ്, 26,100ൻ്റെ അടുത്ത്. ഈ 26,100 ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈയും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ റിലേറ്റീവ്ലി ഇൻസുലേറ്റഡ് ആണെന്ന് പറയാം. ഇന്ന് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് 26,000 താഴെയാണെങ്കിൽ അതിൻ്റെ കൂടെ ക്രിപ്റ്റോ കറൻസിയും ഡൗൺ ആണ്, US മാർക്കറ്റ് കയറുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം വീണ്ടും AI ട്രേഡേഴ്സ് ഓൺ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൺഫേം ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് വളരെ ക്രൂഷ്യലാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റ് 26,100 ഡിസസീവ്ലി ബ്രേക്ക് ചെയ്ത് ഒരു 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് റിലേറ്റീവ്ലി ഇന്ത്യ ഹാസ് ഡീകപ്പിൾഡ് ഫ്രം ദ AI ട്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ചെയ്യാത്തടത്തോളം കാലം മാർക്കറ്റിൽ കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റ് ഇനി വലിയ കറക്ഷനിലേക്ക് വരുന്നല്ല. പിന്നെ ടെക്നിക്കൽ ഫാക്ടേഴ്സ് കം ഇൻ ടു പ്ലേ. പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ട്രിഗറായിട്ടുള്ള മേ ബി ഇൻഡോ-US ട്രേഡ് ഡീൽ, ആ ട്രേഡ് ഡീലിൻ്റെ ഫൈൻ പ്രിന്റ്, ഇതൊക്കെ ആയിരിക്കാം അടുത്തൊരു ട്രിഗർ മാർക്കറ്റിന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ തൽക്കാലം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്താ, അവിടെ കറക്ഷൻ വരികയാണെങ്കിൽ ഇന്ത്യ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ IT ഇൻഡെക്സ് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള അതിനൊരു ന്യൂസ് ഉണ്ടായിരുന്നു. കാര്യം ഇൻഫോസിസിൻ്റെ ഓപ്പൺ ഓഫർ അല്ല ബൈബാക്ക് എന്ന് പറയുന്നത് ഇന്ന് വരികയാണ്. ഇന്ന് വരുന്നതിൽ ഇൻഫോസിസിന് ഒരു കാസ്കേഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഡോമിനോ എഫക്റ്റ് ഇൻഫോസിൽ ഉണ്ടാവും. അതുകൂടാതെ തന്നെ വളരെ അണ്ടർറൗണ്ടാണ് ഈ IT ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ സോഫ്റ്റ് ബാങ്ക് സെല്ല് ചെയ്തു. സോഫ്റ്റ് ബാങ്ക് NVIDIA ഫുള്ള് സെല്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ആ പൈസ OpenAI അതായത് ChatGPTയുടെ ഫൗണ്ടർ കമ്പനിയായ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ US തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമി കണ്ടക്ടർ ചിപ്പ് GPU സ്റ്റോക്സിൽ നിന്ന് സെല്ല് ചെയ്ത് സോഫ്റ്റ്വെയർ പാർട്ട് ഓഫ് AIയിൽ പോകുന്നു എന്നുള്ളൊരു ട്രേഡും കൂടെ നമ്മൾ സംശയിച്ചിരുന്നു എന്നുള്ള അതിൻ്റെ ഒരു റിവർബറേഷൻ എന്നോണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ IT സ്റ്റോക്സ് ഏതാണ്ട് പലതും 3%, 4% ഒക്കെ കയറിയിരുന്നു എന്നുള്ള. ബട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോൾ NVIDIAയുടെ റിസൾട്ടോടുകൂടി മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആയി ബാക്ക് ടു സ്ക്വയർ വൺ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US വാൾ സ്ട്രീറ്റ് നമ്മൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് സ്ട്രേറ്റ് ഫ്രം ദ ടോപ്പ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർഫോംഡ് വെൽ ഓൺ എക്സ്പെക്ടേഷൻ ഓഫ് NVIDIA റിസൾട്ട്. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നോർമൽ ടൈമിൽ NVIDIAയുടെ റിസൾട്ട് വന്നിട്ടില്ല. NVIDIAയുടെ റിസൾട്ട് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സാണ് വന്നതെന്നില്ല. അപ്പോൾ US മാർക്കറ്റ് ഇന്നലെ കാണിച്ച ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് അതായത് S&P 500 0.4% അപ്പാണ്, നാസ്ഡാക്ക് 0.6% അപ്പായിരുന്നു, ഡൗ ജോൺസ് 0.1% അപ്പാണ് എന്ന് പറയുന്ന ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് വാൾ സ്ട്രീറ്റിൻ്റെ ഒരിക്കലും NVIDIAയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തായിരുന്നില്ല. NVIDIAയുടെ റിസൾട്ടിൻ്റെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. റെഗുലർ ട്രേഡിംഗ് അവേഴ്സിൽ NVIDIA ആ സമയത്ത് 2.8% മാത്രമേ അപ്പായിരുന്നുള്ളൂ. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 3 ഇൻഡിസസിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ഓഫ് ആ ട്രേഡിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ NVIDIAയുടെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പം തന്നെ ഏതാണ്ട് ഒരു 5% അടുപ്പിച്ചായിട്ട് NVIDIA കയറി എന്നുള്ള. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ US മാർക്കറ്റിനെ നോക്കുമ്പോൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടത് US മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സാണ്, അല്ലാണ്ട് ഇന്നലത്തെ ക്ലോസിംഗ് അല്ല. കാര്യം NVIDIAയുടെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ആയതുകൊണ്ട് US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ആയിരിക്കാം അത് കൂടുതലും ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നതെന്നല്ല. പിന്നെ NVIDIAയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് കെയിം വിത്ത് എ വെരി ഫാന്റാസ്റ്റിക് റിസൾട്ട്. അതായത് അനലിസ്റ്റ് എക്സ്പെക്റ്റേഷനൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ഫാബുലസ് റിസൾട്ട്സ് ആണ് NVIDIA ത്രോ ചെയ്തെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നുള്ള. പിന്നെ ഇത് മാത്രമല്ല, CEO ജെൻസൺ ഹുവാങ് എങ്ങനെയായിരിക്കും കമ്പനിയുടെ ഈ ജാനുവരി ക്വാർട്ടർ പെർഫോമൻസ് എന്നുള്ള ഗൈഡൻസ് അതും വളരെ ഫാബുലസ് ആയിരുന്നു എന്നുള്ളതാണ്. ദേ എക്സ്പെക്റ്റ് എ സെയിൽ ഓഫ് $65 billion. അതായത് ആ പറഞ്ഞിരിക്കുന്ന $65 billion എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഗൈഡൻസും ഈ
ജാനുവരി ക്വാർട്ടറിൽ അനലിസ്റ്റ് തന്ന ഈ എക്സ്പെക്ടേഷനേക്കാളും വളരെ ഹൈ ആയിരുന്നു, ഏതാണ്ട് ബൈ $3 billion. ഈ $65 billion അനലിസ്റ്റ് എക്സ്പെക്ടേഷനേക്കാളും $3 billion മോർ എന്ന രീതിയിലാണ് ഗൈഡൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിച്ച് മാർക്കറ്റ് വിൽ ഓബ്വിയസ്ലി ടേക്ക്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റിവിറ്റി AI സ്റ്റോക്സിലും NVIDIയയിലും ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അല്ലേ. അതായത് ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. അതായത് AI എന്ന് പറയുന്നത് നമ്മൾ ഓവർ ഹൈപ്പ് ചെയ്തതാണോ, ഒരു ബബിളാണോ, സ്റ്റോക്ക് പ്രൈസസ് എല്ലാം കൂടെ നമ്മൾ വലിയ രീതിയിൽ അടിച്ചു പൊക്കി വെച്ചിരിക്കുകയാണോ എന്നുള്ള. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗൈഡൻസും കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ AI റാലി ഈസ് ഫോർ റിയൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ള. ഈ ജെൻസൺ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് there is talk about an AI bubble in the market from our vantage point of view. അതായത് ഞങ്ങളുടെ വാൻറ്റേജ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ വി സീ സംതിങ് ഡിഫറെൻറ്റ്. അതായത് ഞങ്ങൾ വേറെ കാര്യങ്ങൾ നിങ്ങൾ പറയും പോലെ അല്ല ഞങ്ങൾ കാണുന്നത്. കാരണം എന്താണെന്നറിയാം, അവർ പറഞ്ഞത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള GPU ഗ്രാഫിക് പ്രോസസ്സർ യൂണിറ്റ്, അതായത് ബ്ലാക്ക്വെൽ ചിപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഈ ബ്ലാക്ക്വെൽ ചിപ്സ് ആർ ഓഫ് ദ ചാർട്ട്സ്. അതും കൂടാതെ അവർ പറയുന്നത് അവർ ക്ലൗഡ് GPUs ആർ സോൾഡ് ഔട്ട്. അതായത് അവർ പറഞ്ഞത് നിങ്ങൾ പുറത്തു നിന്ന് പറയുന്നത് എന്താ, AI ട്രേഡ് ബബിളാണ്, വാല്യുവേഷൻ ഓവർ ഹൈപ്ഡ് ആണ്, ഇതിൽ എറേഴ്സൊക്കെ സംഭവിക്കാം, അതൊക്കെ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും കറക്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അകത്ത് നിന്ന് ഞങ്ങളുടെ വാൻറ്റേജ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഞങ്ങൾ നോക്കാൻ നേരത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനവും ഷെൽഫിലിരിക്കുന്നില്ല, എല്ലാം വിറ്റുപോകുന്നു, ഓർഡർ ബാക്ക്ലോഗ് കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റണില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ കാണുന്ന പോലെയല്ല മാർക്കറ്റ് കാണുന്നത് എന്നുള്ളൊരു കോഷൻ കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നുള്ളത്. സോ ഇനിയും വളരെ വലിയ രീതിയിൽ ഒരു ഫോർകാസ്റ്റാണ് NVIDIയ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വശത്ത്. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ഇമർജ് ചെയ്തു. കാര്യം NVIDIയയുടെ ഗൈഡൻസ് ആണ് മാർക്കറ്റ് വളരെ ഓതൻറ്റിസിറ്റിയും ക്രെഡിബിലിറ്റിയോടെ എടുക്കുന്നത്. കാര്യം ദേ ആർ ദ ലാർജസ്റ്റ് പ്ലെയർ, അല്ലെങ്കിൽ മോസ്റ്റ് വാല്യൂബിൾ കമ്പനി ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ഇൻ US മാർക്കറ്റ്. നമുക്കറിയാലോ 4 ട്രില്യണിന് മുകളിൽ അല്ലെങ്കിൽ 5 ട്രില്യൺ അടുപ്പിച്ചെന്നൊക്കെ പറഞ്ഞ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് യു കനോട്ട് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ അതിൻ്റെ CEO വാക്കുകൾ, അതായത് നൗ ഹീ ഈസ് ദ, അതായത് അയാളെന്ന് പറയുന്നത്, അതിൻ്റെ CEO എന്ന് പറയുന്നത് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ഇൻഡിവിജ്വൽ ഓർ എ ബിസിനസ്മാൻ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. അതായത് ഹീ ഡിക്റ്റേറ്റ്സ് ദ ഫ്യൂച്ചർ എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ ഫ്യൂച്ചർ, അത് എങ്ങനെ പോകുന്നു എന്ന് നിശ്ചയിക്കുന്ന കമ്പനിയുടെ മെയിൻ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ജെൻസൺ ഹുവാങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വളരെ ക്രെഡിബിലിറ്റി ലോകം കംപ്ലീറ്റ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ആൽഫാബെറ്റും, അതായത് ഗൂഗിളിൻ്റെ പേരൻറ്റ് കമ്പനിയും ഇന്നലെ ഞാൻ നോക്കുമ്പോൾ 3.5% അപ്പായിരുന്നു എന്നല്ല. അതായത് AI സ്റ്റോക്സ് തിരിച്ച് കോൺഫിഡൻസ് റീഗെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ മൈനർ ബ്ലിപ്പൊക്കെ മാർക്കറ്റിൽ നിന്ന് മാറാനാണ് ചാൻസ്. പക്ഷേ വേറൊരു കാര്യം, എപ്പോഴും മാർക്കറ്റ് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ചിലപ്പോൾ ഉണ്ടല്ലോ US മാർക്കറ്റിന് ഇതിനെ നേരെ തിരിച്ചാലോചിച്ചേക്കാം. അതായത് ഇപ്പം നമ്മൾ എല്ലാവരും കൺസെൻസസ് ആയിട്ടുള്ള ട്രേഡ് അതാ, കൺസെൻസസ് ആയിട്ട് എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം എന്താ, ഇനി AI കുഴപ്പമില്ല, നമുക്കിനി വീണ്ടും NVIDIയയും അതേപോലത്തെ AMD സ്റ്റോക്കുകളും ഇന്റൽ സ്റ്റോക്കുകളും ഒക്കെ മേടിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റിലെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഒരുപാട് പൈസയുള്ള ദ ലാർജർ കമ്മ്യൂണിറ്റി ഇൻ ദ മാർക്കറ്റ്സ് മേ ബി തിങ്കിങ് അതർവൈസ്. അതായത് ഈ റിസൾട്ട് ഈസ് ദ ബെസ്റ്റ് ടൈം ടു എക്സിറ്റ് എന്ന് വേണമെങ്കിൽ ഒരു പറ്റം ആൾക്കാർ ഇതിനെ സെല്ല് ചെയ്ത് പോവാം. ഇനി അവരുടെ കയ്യിലാണ് കൂടുതൽ ഷെയർസ് എങ്കിൽ അവരിത് സാധാരണക്കാരുടെ തലയിലേക്ക് തള്ളിവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ എന്തെന്നറിയോ, ഓൾ ഗുഡ് ന്യൂസ് മേ നോട്ട് ബി ഗുഡ് ന്യൂസ് ഫോർ ദ സ്റ്റോക്ക്. മേ ബി ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോക്ക് പ്രൈസ് എന്നും കൂടി ആവാം എന്നുള്ള കാര്യം. എല്ലാ കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ടൂ മച്ച് ഓഫ് നെഗറ്റീവ്സ് ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്. അതായത് നമ്മൾ സാധാരണ പറയും, എന്നാണോ ലാസ്റ്റ് ബുള്ളും മാർക്കറ്റിൽ ബെയർ ആവുന്നത് അന്ന് മുതലായിരിക്കും മാർക്കറ്റ് കറക്ഷൻ കഴിഞ്ഞ് തിരിയാറ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ടൂ മച്ച് ഓഫ് പെസിമിസം ക്യാൻ ബി ഓപ്റ്റിമിസ്റ്റിക് ഫോർ ദ മാർക്കറ്റ് എന്ന് പറയും പോലെ അതിനൊരു കൊറോളറി ഓപ്പോസിറ്റ് വശമുണ്ട്. ടൂ മെനി പോസിറ്റീവ്സ് ക്യാൻ ബി നെഗറ്റീവ് ഫോർ ദ മാർക്കറ്റ്സ്. അപ്പോൾ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ NVIDIയയുടെ റിസൾട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഞാൻ ഒന്ന് പിഞ്ച് ഓഫ് സോൾട്ടോട് കൂടി എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുത്തെ ട്രേഡിംഗ് സ്റ്റാൻഡ് മാറ്റുമെന്നോ ഇൻവെസ്റ്റിംഗ് സ്റ്റാൻഡ് മാറ്റുമെന്നല്ല, ഞാൻ എൻ്റെ ഒരു തോട്ട് പോയിന്റ് ഞാൻ പറയുകയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് വി മൈറ്റ് ഹാവ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വിത്ത് അവർ വ്യൂവേഴ്സ് ഓർ എനി അതർ പേഴ്സൺ. നമ്മൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ ഈ NVIDIയയുടെ റിസൾട്ട്സിനെ നല്ല റിസൾട്ടാണ്, AI ട്രേഡ് ഈസ് ബാക്ക്, എല്ലാം ശരിയാണെങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ സൈക്കോളജിക്കലി ഞാൻ ചിന്തിക്കുന്നു, നൗ എവ്രിബഡി ഈസ് ബാക്ക് ടു ദ ബുള്ളിഷ് സ്റ്റേജ്. സോ വെൻ ദർ ഇസ് എ ക്രൗഡഡ് ട്രേഡ്, അതായത് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഐ വിൽ ബി എ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻഫോസിസിനെ നമുക്ക് മാറ്റി വയ്ക്കാം, കാര്യം അതിനകത്തൊരു ന്യൂസ് ഉണ്ടെന്നായിരിക്കും, ഏതാ ബൈ ബാക്കിൻ്റെ ഒരു ന്യൂസ്. ബാക്കി ഇന്ത്യൻ IT സ്റ്റോക്സ് പൊതുവേ ഇനി ആരാണ് IT സ്റ്റോക്സിനെ നെഗറ്റീവ് പറയാത്തത്?
എല്ലാവരും IT സ്റ്റോക്സിനെ നെഗറ്റീവ് പറഞ്ഞു. മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാക്സ്, HSBC, CLSA, ക്രെഡിറ്റ് സ്വിസ്, ജെഫ്രീസ്, അങ്ങനെയുള്ള ഫോറിൻ ബ്രോക്കറേജ് കൂടാതെ ഇന്ത്യൻ ബ്രോക്കറേജ് കമ്പനികളുടെ കോട്ടക്ക്, മോട്ടിലാൽ ഓസ്വാൾ, ആനന്ദ് രാത്രി, എല്ലാ ആൾക്കാരും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫേമസ് പോപ്പുലർ ഇൻവെസ്റ്റേഴ്സ് പോലും എല്ലാവരും IT-യെക്കുറിച്ച് വളരെ എന്താ പറയുക വലിയൊരു ഓപ്റ്റിമിസ്റ്റിക് അല്ല അതിൻ്റെ നിയർ ടേം അതിൻ്റെ ഒരു ബിസിനസ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ബട്ട് ഇന്നലെ ഒരു കാര്യവും ഇല്ലാതെ അത് കയറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഇതാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇറ്റ് വാസ് അണ്ടർ ഓൺഡ്. അതായത് അതിനകത്ത് ഒരു ഇതുമില്ല, ഒരു പോപ്പുലാരിറ്റി ഇല്ല ഇപ്പോഴത്തെ സമയത്ത് മാർക്കറ്റിൽ. ആ പോപ്പുലാരിറ്റി ഇല്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് വാല്യൂ ബയേഴ്സും വലിയ ആൾക്കാരും ആ സ്റ്റോക്കിലേക്ക് കയറുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളത് പ്രത്യേകത. അപ്പോൾ ഒന്ന് നോക്കൂ, എവിടെയാണോ പോപ്പുലാരിറ്റി ഇല്ലാത്തത്, ആർക്കും വേണ്ടാത്ത സ്ഥലത്താണ് ഇന്നലെ മാർക്കറ്റിൽ ഒരു അപ്രീസിയേഷൻ കിട്ടിയത്. അപ്പോൾ എവിടെയാണോ കൂടുതലും ക്രൗഡഡ് ട്രേഡ് വരുന്നത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് മാർക്കറ്റിൽ ബെനിഫിറ്റ് കിട്ടിയതായിട്ടുള്ള ചരിത്രവും ഹിസ്റ്ററിയും മാർക്കറ്റ് നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതുപോലെ അവിടെ നിർബന്ധമില്ല. വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ NVIDIAയുടെ ഈ റിസൾട്ടോട് കൂടി Q3യുടെ ഗൈഡൻസും കൂടെ തന്നു. അതായത് Q3യുടെ ഗൈഡൻസും കൂടെ തരിക എന്ന് പറഞ്ഞാൽ ഈ ജാനുവരി ക്വാർട്ടറിൽ എന്താണ് നടക്കാൻ പോണതെന്ന് അതിൻ്റെ CEO പറഞ്ഞതേക്ക് അതും കൂടെ ഈ പ്രൈസിൽ ഡൈജസ്റ്റഡ് ആവും അല്ലേ. മാർക്കറ്റ് വിൽ ഓൾവേസ് ബി ലുക്കിംഗ് ഫോർവേഡ്. അതും കൂടെ ഡൈജസ്റ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സമയത്ത് ഒന്ന് US മാർക്കറ്റിലെ ഈ സ്റ്റോക്കുകളിലെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കണം എന്ന് ഞാൻ എന്നോട് പറയണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാനിതൊരു അഡ്വൈസായിട്ടോ ഒരു സോളിസിറ്റേഷനായിട്ടോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ ആയിട്ടോ അല്ല പറയുന്നത്. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തു. ഞാൻ തെറ്റാനുള്ള സാധ്യതകൾ കൂടെയാണ്. ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ ഈ പറയണത് ഒരു ഇറ്റേണൽ ആയിട്ട് ഒരു എന്താ പറയുക ഒരു ട്രൂത്ത് മെസ്സേജ് ആയിട്ടൊന്നും കണക്കാക്കേണ്ട. ഒപ്പീനിയൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആൾക്കാർക്ക് അവരുടെ രീതിയിൽ തിങ്ക് ചെയ്യാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് വശവും പറയുമ്പോൾ അവർക്കത് തിങ്ക് ചെയ്തിട്ട് അവർക്ക് റാഷണലായിട്ടൊരു ഡിസിഷൻ എടുക്കാം. ഇപ്പം നമ്മൾ ഗ്രോ IPOൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ നമ്മുടെ റീഡിങ് പറഞ്ഞു, നമ്മൾ വ്യക്തിപരമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇത് മേടിച്ച് പൈസ ഉണ്ടാക്കിയവരോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ പോയാലും പോയില്ലെങ്കിലും അവരെ നമ്മൾ കുറ്റം പറയുന്നേയില്ല. നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കോഷൻ അഡ്വൈസും ചെയ്യുന്നു. നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഗ്രോ IPO ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിൽ പൈസ ഉണ്ടാക്കിയ ഒരു കിങ് ആണ് അല്ലേ. വി ഓൾ കം ടു ദ മാർക്കറ്റ് ഫോർ മണി എന്നുള്ള അങ്ങനെയുള്ളവരെ ട്രേഡ് മാർക്കറ്റ് വിൻഡിക്കേറ്റ് ചെയ്തു വന്നിരിക്കുന്ന. ബട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഇറ്റ് വാസ് എ ട്രേഡ് വിച്ച് വി കുഡ് അവോയ്ഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ചതെന്നുള്ളത്. ബട്ട് അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ ഡൈജസ്റ്റ് ചെയ്യും. അതിനകത്ത് ബുൾസ് ഉണ്ട്, ബയേഴ്സ് ഉണ്ട്, ഓപ്റ്റിമിസ്റ്റ് ഉണ്ട്, പെസിമിസ്റ്റിക് വ്യൂ ഉണ്ട്. ഇതെല്ലാം കൂടെ ഡൈജസ്റ്റ് ചെയ്ത് ഔട്ട്കം വരുന്നതാണ് ഒരു മാർക്കറ്റിൻ്റെ പ്രൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഭാവ് ഭഗവാൻ ഹേ പ്രൈസ് ഈസ് ഗോഡ് എന്ന് പറയുന്നത്. ഒരു ഇലക്ഷൻ എങ്ങനെയാണോ, ഇലക്ഷന് ഭരണപക്ഷത്തിന് ഇഷ്ടമുള്ളവരുണ്ട്, പ്രതിപക്ഷത്തിന് ഇഷ്ടമുള്ളവരുണ്ട്, ഇൻഡിപെൻഡൻറ്റിന് ഇഷ്ടമുള്ളവരുണ്ട്, നോട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇലക്ഷന് വോട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട്, എല്ലാവരോടും വിരോധമുള്ളവരുണ്ട്. ഇത് എല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് വോട്ട് ചെയ്ത് അതിൻ്റെ കളക്റ്റീവ് ഔട്ട്കമാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ മാർക്കറ്റിൽ നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ, നമ്മുടെ പ്രേക്ഷകർ പലതും പറയുമ്പോഴും ഞാൻ പറയുന്നത് ഐ ഓൾവേസ് റെസ്പെക്ട് ദെയർ ഒപ്പീനിയൻ. അവരുടെ ഒപ്പീനിയനും എൻ്റെ ഒപ്പീനിയനും കൂടെ ചേർന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഔട്ട്കം വരുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ബ്രോഡായിട്ട് എടുത്ത് വേണം കാണാൻ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡെസ്കിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. അതിൻ്റെ രണ്ട് വശമാണ്. ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഏത് മാർഗം ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരുടെ അബ്സല്യൂട്ട് ഡിസ്ക്രിപ്ഷനാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നിഫ്റ്റി IT-നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യനിലേക്കാണ് വരാനുള്ളത്. നിഫ്റ്റി IT-യെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മളിപ്പോൾ പങ്കുവച്ചിരുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ AI ഡ്രിവൺ റാലിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഹാർഡ്വെയർ ഡ്രിവൺ റാലിയിലേക്കൊക്കെ പോകുന്നത് ഇന്ത്യയിലുള്ള IT കമ്പനികൾക്ക് പോസിറ്റീവ് ആകും എന്നൊരു വ്യൂ പോയിന്റ് നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ തീർത്തും ഒരു ടേൺ അറൗണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രകടനം തന്നെ നിലവിലിപ്പോൾ NVIDIAയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ AI പ്ലേ ഇപ്പോഴും ഓൺ ആയിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി വന്നിരിക്കുന്ന നിഫ്റ്റി IT സൂചികയിൽ ഒരു നെഗറ്റിവിറ്റിക്കുള്ളൊരു കാരണമാകുമ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താവും? ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ IT സ്റ്റോക്സിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ US നടക്കുന്ന ഒരു കാരണത്തെ ഇന്ത്യൻ IT മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അഫക്റ്റ് ചെയ്യും, ഇല്ലെന്നല്ല. അതിപ്പോൾ AI ട്രേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI ട്രേഡിൽ NVIDIA പോലെയുള്ള കമ്പനികൾക്കുള്ള അട്രാക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ അവിടെ ഈ AI ഹാർഡ്വെയർ സ്റ്റോക്സിൽ നിന്ന് സെല്ലിംഗ് നടന്ന് AI സോഫ്റ്റ്വെയർ സ്റ്റോക്സ് ആയ OpenAI അല്ലെങ്കിൽ ChatGPT പോലെയുള്ള കമ്പനികളിലേക്ക് വരുന്നതൊക്കെ നടന്നോട്ടെ. ബട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. അതായത് എല്ലാ ബിസിനസ്സിനും ഇപ്പോൾ ഇതോടുകൂടി അങ്ങനെ ഇനിയിപ്പോൾ AI ട്രേഡ് തന്നെയാണ് അമേരിക്കയിൽ ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കാം.
എന്നാൽ തന്നെയും ഇന്ത്യൻ IT കമ്പനീസിൻ്റെ സാധ്യതകൾ മങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഈ എല്ലാ കമ്പനീസും ഈ പ്രോജക്റ്റിൽ ഇപ്പോൾ ഇൻഫോസിസ്, വിപ്രോ, TCS, HCL ടെക്, കോഗ്നിസെന്റ് ഇവരൊക്കെ പല ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഓട്ടോമൊബൈൽ കമ്പനികൾക്കും ഇവർ സോഫ്റ്റ്വെയർ ചെയ്തു കൊടുത്തിട്ടില്ലേ? ഈ സോഫ്റ്റ്വെയറിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു വലിയൊരു ചങ്ക് ഓഫ് ബിസിനസ് ഉണ്ട് എന്നുള്ള. അതായത് ആഫ്റ്റർ സെയിൽ സർവീസസ്, അതിൻ്റെ അപ്ഗ്രഡേഷൻസ്, അപ്ഡേഷൻസ്, പ്ലഗിൻസ് ഇതെല്ലാം ചെയ്യാൻ തന്നെ അവർക്ക് വലിയ പ്രോജക്റ്റ് ഉണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സെക്ടറിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. അതായത് ഈ ചിപ്പ്, സെമി കണ്ടക്ടർ ഇതിലൊന്നും നമുക്ക് വലിയ വാല്യൂ അഡീഷൻ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്ക് ഫോഴ്സും ട്രസ്റ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സും സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സുമാണ് ഈ കമ്പനികളുടെ ഡെസ്കിൽ ഇരിക്കുന്നതെന്നല്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യൻ മാർക്കറ്റിലെ ഈ സ്റ്റോക്കുകൾക്ക് ഒരു ഡെത്ത് അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്നില്ല. ജസ്റ്റ് ദാറ്റ് ദ പോപ്പുലർ മണി ഈസ് നോട്ട് കമ്മിങ് ആൻഡ് ബൈയിങ് ദം. അവരുടെ സ്റ്റോക്സ് മേടിക്കുന്നില്ല എന്നുള്ളൂ. ഇത് അവിടെ കിടക്കുന്നു എന്നേ ഉള്ളൂ. അത് കാരണം എന്താ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഈ സ്റ്റോക്കുകൾ അണ്ടർറൗണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുക, ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം ഇരിക്കുന്നു, ഒരു ഗ്ലാസ്സിൽ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. ഇനി കൂടുതൽ വെള്ളം നമുക്ക് എവിടെ ഒഴിക്കാൻ പറ്റുക? കാര്യം എന്താ, വലിയ ഗ്ലാസ്സിൽ നിറച്ച് ഇരിക്കുന്നത് കാരണം ഇനി ഒഴിച്ചാൽ സ്പിൽഡ് ആവും, അതായത് ഓവർ വാല്യൂഡ് ആവും. അപ്പം എന്ത് ചെയ്യും? അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ളതും അണ്ടർ ഓൺഡ് ആയിട്ടുള്ള കുറച്ച് മാത്രം വെള്ളമുള്ള ഗ്ലാസ്സിലേക്കല്ലേ നമ്മൾ ഒഴിക്കുള്ളൂ. സോ ദ ചാൻസസ് ഓഫ് മണി മൂവിങ് ഇൻ ടു IT സ്റ്റോക്സ് ഇസ് ഹയർ പ്രൊവൈഡഡ് ദർ ഇസ് എ ട്രിഗർ. ഒരു ട്രിഗർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഗ്രഡേഷൻ അവിടെ വരികയാണെങ്കിൽ, മോർഗൻ സ്റ്റാൻലിയോ അല്ലെങ്കിൽ ഗോൾഡ്മൻ സാക്സോ പറയുകയാണ് ഒരു പുതിയ ഒരു റിസർച്ച് കൊണ്ടുവരികയാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇങ്ങനത്തെ ഒരു പുതിയ സെറ്റപ്പിലേക്ക് ഇന്ത്യൻ കമ്പനീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളൊരു ന്യൂസ് വന്ന് അവരൊരു ഏർണിങ്സ് അപ്ഗ്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്സൊക്കെ ഭയങ്കരമായിട്ട് കയറിയേക്കാം. അതുകൊണ്ട് അണ്ടർ ഓൺഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സിലോ സെക്ടറിലോ പോകുമ്പോൾ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് അവിടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഇനി കൂടുതൽ താഴേക്ക് പോകാനില്ല എന്നുള്ള ട്രേഡാണ്. മുകളിലേക്ക് പോകുന്നത് നമുക്ക് പിന്നെ നോക്കാം. മൈ മണി ക്യാൻ വെയിറ്റ് ഫോർ 3 to 5 years. അങ്ങനെയാണ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ്. എൻ്റെ പൈസ അവിടെ കിടക്കട്ടെ, പക്ഷേ ഇതിനകത്ത് നിന്ന് റിസ്ക് എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്ത് കിടക്കുകയാണ് എന്നുള്ളതാണ് സാധാരണ. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ പറയുന്നത്. നമ്മളിനിപ്പോൾ US ട്രഷറിയിലേക്ക് വരുന്നത് 10-year ബോണ്ടിൽ നിന്ന് 4.139% ആണ്. അവിടെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഓയിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബ്രെൻഡ് ഏതാണ്ട് $63.56 per barrel, ഏതാണ്ട് 2% ഡൗൺ ആണ്. അതിന് കാരണം പറയുന്നത് വെച്ചാൽ റഷ്യയും US-ഉം ഒരു പുതിയൊരു ഫ്രഷ് ടോക്സിലേക്ക് കയറി, അതായത് ഒരു ഫ്രഷ് ഡീലിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് വാർ നിർത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ടെന്നല്ല. ഡോളർ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0.5% അപ്പായിരുന്നു. 100 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എബവ് 100 ഹാൻഡിൽ അതിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ US ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെപ്റ്റംബറിലായിട്ടുള്ള ആ ഒരു ഡേറ്റയിൽ നോൺ ഫാം പേറോൾ ഡേറ്റ, ആ ഡിലേഡ് ആയിട്ടുള്ള സെപ്റ്റംബർ ഡേറ്റ ഇപ്പോഴാണ് വരാൻ പോണത് എന്നുള്ളതാണ്. അതായത് കമ്മിങ് ദിസ് തേഴ്സ്ഡേ, എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും, വിച്ച് മാർക്കറ്റ് വിൽ ക്ലോസ്ലി വാച്ച്. കാര്യം എന്താ, ഇനി ഡിസംബറിൽ FOMC മീറ്റിംഗ് വരുമ്പോൾ ഫെഡ് റേറ്റ് കട്ട് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കുന്നതിന് ഒരു ഇൻപുട്ട് ഇത് തന്നെ ആയിരിക്കും എന്നുള്ള. പിന്നെ ട്രംപും പവലും തമ്മിലുള്ള വഴക്ക് വീണ്ടും വീണ്ടും കയറിപ്പോകണം എന്നുള്ളതാണ്. അതായത് ട്രംപ് ഈ US സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് വാഷിങ്ടണിൽ നടക്കുന്നുണ്ട്. അവിടെ ക്രൗഡിനെ അഡ്രസ്സ് ചെയ്ത് ട്രംപ് പറഞ്ഞ വാക്കുകൾ, സോറി ഫോർ മൈ വേർഡ്സ്, ഇത് ട്രംപിൻ്റെ വേർഡാണ്, കോട്ട് അൺകോട്ട് ഞാൻ പറയുന്നത്. റേറ്റ്സ് ആർ ഡൗൺ ഡിസ്പൈറ്റ് ദ ഫെഡ്. റേറ്റ്സ് ആർ ഡൗൺ ഡിസ്പൈറ്റ് ദ ഫെഡ്. സ്കോട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പേര് വിളിക്കുന്നത്, അതായത് ആരാ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സ്കോട്ട്, യു ഗോട്ട് എ വർക്ക് ഓൺ ദിസ് ഗൈ. He has got some real mental problems. He has something wrong with him. I'll be honest, I would love to fire his ass. Sorry for my words, but these are the same words used by the American President Donald Trump. He goes on to say, Scott, if you don't get it fixed fast, I am going to fire your ass. See, these are the public statements that he uses in a forum, and sorry for my words, I was just replicating what he said in quote unquote ennulla. Adayathu, good God, I am sorry that these words are used by the President of the United States ennulla. It's a wrong usage of words, but this is it. But the sum and substance of the whole statement is, അദ്ദേഹം വേണമെങ്കിൽ ഈ ഫെഡ് പവലിനെ നേരിട്ട് തൊടാതെ സ്കോട്ട് ബെസന്റിനെ വേണമെങ്കിലും എടുത്ത് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഹീ ഈസ് കമ്മിങ് ഹാർഷ്. അതായത് പുള്ളി പറയുന്നത് വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ, ഇയാൾക്ക് എന്താണ് പറ്റുന്നത്, ഇയാൾക്ക് മാനസികമായിട്ടുള്ള സമനില തെറ്റിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് പിന്നെ നമുക്ക് ഇതൊക്കെ എന്താ പറയുക, പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കും. ദീസ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ US പ്രസിഡന്റ്. അതൊന്നും നമ്മൾ അറിയിച്ചു എന്നേ ഉള്ളൂ. അതായത് ഞാനത് പറയുന്നത് വെച്ചാൽ എന്തൊക്കെ വേർഡ്സ് ഉപയോഗിച്ചു,
ഏതൊക്കെ വേദികളിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ അങ്ങനെയാണ് നടക്കുന്നത്. അതായത് ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ നമ്മൾ നോക്കുന്ന കാര്യം സാധാരണ ഒരു വൈറ്റ് ഹൗസ് പ്രസ് മീറ്റ് കോൺഫറൻസിലോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള എന്താ പറയുക അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള കാര്യം. ഒരു പൊളിറ്റീഷ്യന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ഒരു സ്റ്റേറ്റ്സ്മെൻ്റെ മുഖം, ഒന്നെന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻ്റെ മുഖം. പൊളിറ്റീഷ്യൻ്റെ മുഖത്തിലാണ് പറയുന്നതെങ്കിൽ നമുക്കത് രാഷ്ട്രീയമായിട്ട് കണക്കാക്കാം. ഒരു സ്റ്റേറ്റ്സ്മാൻ, അതായത് ഒരു വേൾഡ് ലീഡർ എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള, അതുകൊണ്ടാണ് ഞാനത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. US സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറത്തിൻ്റെ ആ മീറ്റിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിനകത്തുള്ള യൂസേജ് ഓഫ് വേർഡ്സ്, ദാറ്റ് മീൻസ് ജെറോം പവലും ഇദ്ദേഹം US പ്രസിഡന്റും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് എന്നുള്ളത്. അവിടെ എന്താ നടക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ സെറ്റ് എ ബാഡ് പ്രസിഡന്റ്, ഒരു കീഴ്വഴക്കം, ഒരു മോശമായ കീഴ്വഴക്കം ഉണ്ടാക്കുന്നില്ല. ഇപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ മോർഗൻ സ്റ്റാൻലി അവരൊരു ബുൾ കേസ് സിനാരിയോ പറയുന്നത് ഡിസംബർ 2026 കൂടി 1,07,000 സെൻസെക്സ് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് പ്രത്യേകിച്ചുള്ള ഞാൻ നോക്കുമ്പോൾ വേറൊന്നുമില്ല, ഇൻഫിയുടെ ബൈബാക്കാണ്. ഇൻഫി ഇന്നലെ 4% അപ്പായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഓപ്പൺസ്, അതായത് ബൈബാക്ക് ഓപ്പൺസ് ടുഡേ, ദാറ്റ് ഇസ് 20th നവംബർ. അവർ 10 കോടി ഷെയർ, അതായത് ടോട്ടൽ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 2.4% ഷെയർ അവർ കമ്പനിയുടെ ക്യാഷ് ഉപയോഗിച്ച് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് ബൈബാക്ക് ചെയ്യാണ്. എത്ര രൂപയ്ക്ക്? 1,540 രൂപ, 50 രൂപ, 60 രൂപ എങ്ങാണ്ടാണല്ലോ. 1,800 രൂപ പെർ ഷെയറിനാണ് അവർ ബൈബാക്ക് ചെയ്യുന്നത്. ബൈബാക്ക് ചെയ്തിട്ട് ബൈബാക്കിൻ്റെ ഡിമാൻഡ് നോക്കിയിട്ടായിരിക്കും അതിൽ 1,800 തന്നെ ആവണമെന്നില്ല, കുറയാം എന്നുള്ളതാണ്. 1,800 രൂപ വരെ ബൈബാക്കിന് കൊടുക്കാൻ കമ്പനി തയ്യാറാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത് ടെൻഡർ ചെയ്യുന്ന ആൾക്കാർ കോട്ട് ചെയ്യുന്ന പ്രൈസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് വരുന്നതെന്നുള്ള. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ പ്രൊമോട്ടർ ഫാമിലി, അതായത് പ്രൊമോട്ടർ ആൻഡ് ഫാമിലി, അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, NR നാരായണമൂർത്തി, നന്ദൻ നിലേക്കാനി, ക്രിസ് ഗോപാലകൃഷ്ണൻ എന്നിങ്ങനെയുള്ള വ്യക്തികൾ ആരും ഈ ബൈബാക്കിൽ പങ്കെടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ തിരിച്ച് കമ്പനിക്ക് അവരുടെ പേഴ്സണൽ ഷെയർസ് ടെൻഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇൻഫോസിസിൽ ഒരുപാട് കോൺഫിഡൻസും കൺവിക്ഷനും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഷെയർ ഹോൾഡേഴ്സ് ഷെയർസ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ല, ഷെയർ ഞങ്ങൾ ഹോൾഡ് ചെയ്ത് ഈ അപ്രീസിയേഷൻ ഞങ്ങൾ എടുക്കാൻ മാനസികമായിട്ട് തയ്യാറാണ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഒന്ന്. രണ്ടാമത് അവർ പറയുന്നൊരു കാര്യം വെച്ചാൽ ഇനി ഈ ബൈബാക്കിൽ കൂടെ, കമ്പനിയുടെ ബൈബാക്കിൽ കൂടി ഏതെങ്കിലും സ്റ്റക്കായി കിടക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് മോർ സ്പേസ് ഞങ്ങൾ കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഇൻഫോസിസിൻ്റെ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഫാമിലി. കാര്യം അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ അവരോട് ഒരുപാട് ബഹുമാനം തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം അവർക്ക് ഈ കമ്പനിയോടുള്ള കൺവിക്ഷൻ. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മളതിൻ്റെ പ്രൊമോട്ടറായിട്ട് നിന്ന് കമ്പനിയുടെ പൈസ ഉപയോഗിച്ച് നമ്മുടെ ഷെയർസ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം ഈ കമ്പനിയുടെ പൈസ എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും കൂടെയാണ്, പ്രൊമോട്ടറിൻ്റെ മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു എത്തിക്കലായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള. ഇൻഫോസിസ് ചെയ്യുന്നത് വളരെ നന്നായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന്, ഇപ്പോൾ ഞാനൊരു ബൈബാക്കിന് ടെൻഡർ ചെയ്യാത്തൊരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ എനിക്ക് എന്തോരം കോൺഫിഡൻസ് ആണ് ഇൻഫോസിസിൻ്റെ പ്രൊമോട്ടേഴ്സ്. പക്ഷേ നമ്മൾ ഈ TCSൻ്റെ കാര്യവും ടാറ്റാ സൺസിൻ്റെ കാര്യവും പറഞ്ഞപ്പോൾ നമ്മൾ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇൻഫോസിസിനെ പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതായത് TCS ഈ ബൈബാക്കിൽ എപ്പോഴും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അതായത് ടാറ്റാ സൺസിന് എപ്പോഴും ഇതിൽ നിന്ന് പൈസ വേണം. ഒന്നില്ലെങ്കിൽ ഈ ബൈബാക്ക് ടെൻഡർ ചെയ്ത് പൈസ മേടിക്കുക, അല്ലെങ്കിൽ ആ TCSനകത്തുള്ള ആ ഡിവിഡൻഡ് ഉപയോഗിച്ച് പൈസ മേടിക്കാനും. TCSൻ്റെ ഏതാണ്ട് 71 തൊട്ട് 72% വരെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണത് ടാറ്റാ സൺസാണ്. ടാറ്റാ സൺസിൻ്റെ വരവ് എങ്ങനെയാണ്? ഇവരിൽ നിന്നും ഒരു ഡിവിഡൻഡോ ഒരു മാനേജ്മെൻറ്റ് ഫീയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റോ കിട്ടുന്നെങ്കിൽ മാത്രമേ ടാറ്റാ സൺസിന് റവന്യൂ കിട്ടുള്ളൂ. ടാറ്റാ സൺസ് ആണെങ്കിൽ പ്രൈവറ്റും ആണ്, ലിസ്റ്റഡും അല്ല. അത് അവരെ കുറച്ച് പേരുടെ മാത്രം കുത്തകയാണെന്നില്ല. ആ കുത്തകയിലേക്ക് പൈസ ഇറങ്ങി എന്ത് ചെയ്യണം? TCS, ഞാൻ TCSനെ മാത്രം എക്സാമ്പിളായിട്ട് പറയുള്ളൂ. TCSലിരിക്കുന്ന ആ കമ്പനി, TCSലിരിക്കുന്ന ക്യാഷ് എപ്പോഴും TCS ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം ത്രൂ ഡിവിഡൻസ് ഓർ ബൈബാക്സ്. എന്നാൽ മാത്രമേ ഈ ടാറ്റാ സൺസിന് കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. നമുക്കും ചെറിയ തോതിൽ കാശ് കിട്ടും, പക്ഷേ 100 രൂപ, നമ്മുടെ 100 രൂപ, നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന് TCSനകത്തിരിക്കുന്ന 100 രൂപയുടെ 72 രൂപയും അവർക്കാണ് പോകുന്നത് എന്നുള്ള. ഇത് നല്ല രീതിയിലും കാണാം, മോശം രീതിയിലും കാണാം. അത് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. വി കുഡ് ഹാവ് എ ഡിഫറൻസ് ഒപ്പീനിയൻ, ലെറ്റ്സ് എഗ്രി ടു ഡിസഗ്രി എന്നുള്ള. പിന്നെ വേറെ ഒന്നുമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് പറയാനായിട്ട്, ഇത് ഗവൺമെൻറ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യത്തിൽ IRDA ആയിട്ട് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമിൻ്റെ റേറ്റ് പ്രീമിയം റെഡ്യൂസ് ചെയ്യുക. അത് മാത്രമല്ല ഏജൻറ്റുകളുടെ കമ്മീഷനും കുറച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അഫോർഡബിൾ ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട്
ആ ഒരു ആലോചനയാണ് ഗവൺമെൻറ്. അത് മാത്രമല്ല ഈ ക്ലെയിംസ് ഒക്കെ ഫയൽ ചെയ്യുന്നതിന് ഒരു നാഷണൽ ഹെൽത്ത് ക്ലെയിംസ് എക്സ്ചേഞ്ചും കൂടെ ഗവൺമെൻറ് തുടങ്ങിയിട്ട് അതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും സ്ട്രീം ലൈൻ ചെയ്യാനും ഡിജിറ്റൈസ് ചെയ്യാനും ഒക്കെ ഗവൺമെൻറ് എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. ഈ റഷ്യൻ ഓയിലിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ ഒരു കെപ്ലർ KPLER, നമ്മൾ കെപ്ലർ എന്നാണ് പറയുന്നത്, അവരാണ് ഈ ഓയിലിൻ്റെ ഡേറ്റയൊക്കെ സാധാരണ നമ്മളെപ്പോലത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത്. അവർ പറയുന്നത് വെച്ചാൽ റഷ്യൻ ക്രൂഡ് ടു ഇന്ത്യ falls by 66%. വേറാസ് ചൈനയിലേക്കുള്ളത് 47% ഡൗൺ, ടർക്കിയിലേക്കുള്ള 87% ഡൗൺ ആയിരിക്കുന്നു. അതായത് റഷ്യൻ ക്രൂഡ് എക്സ്പോർട്ട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഫോളോയിങ് US സാങ്ഷൻസ് ഓൺ റോസ്നെഫ്റ്റ് ആൻഡ് ലൂക്കോയിൽ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു കാര്യം. അല്ലാണ്ട് ട്രംപിൻ്റെ ഭീഷണിയെക്കാട്ടിലും അവർ ആ കമ്പനികൾക്ക് സാങ്ഷൻ കൊടുത്തപ്പോഴാണ് ഈ പ്രോബ്ലം വന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട് എന്നത് ഹാഫ് ഓഫ് റഷ്യൻ ലോഡഡ് ടാങ്കർ, അതായത് ടാങ്കറിലാണല്ലോ ഈ ക്രൂഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ലോഡ് ചെയ്ത് കിടക്കുന്ന ടാങ്കർ മിഡ് സീയിൽ ഡെസ്റ്റിനേഷൻ അറിയാതെ കടന്ന് കളിക്കുകയാണ്, കടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് കൊണ്ട് കൊടുക്കണമെന്ന്. അതായത് അവർ കടലിലേക്ക് ഇറക്കി വിട്ടിട്ട് സൈഡിലാണ് ഡീല് സൈൻ ചെയ്യുന്നത്, എന്നിട്ട് അങ്ങോട്ടേക്കാണ് തിരിച്ചു വിടുന്നത്. അങ്ങനെയാണ് ഈ ട്രേഡ് നടക്കുന്നത്. നമുക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ബയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെസലിനെ വിട്ട് നേരെ ആ ടാങ്കർ നേരെ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലാൻഡിൽ സൂക്ഷിക്കുന്നതിനേക്കാളും ചീപ്പാണ് കടലിൽ സൂക്ഷിക്കാൻ. ലാൻഡ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോർമാലിറ്റീസും വലിയ റിഫൈനറീസും. അപ്പോൾ അവിടെ പ്രൈവറ്റ് ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ക്രൂഡ് ഓയിൽ മേടിച്ചിട്ട് ടാങ്കറിലാക്കി വെസലിലാക്കി, അതായത് കപ്പലിലാക്കിയിട്ട് നേരെ കടലിലേക്ക് അങ്ങ് തള്ളിവിടും. എന്നിട്ട് കടലിൽ അങ്ങ് സ്റ്റോർ ചെയ്യും. അത് കുറച്ചുകൂടെ ചീപ്പറാണ്. എന്നിട്ട് ബയറിനെ അവർ കരയിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യും. എവിടെയാണോ ബയറിനെ കിട്ടുന്നത് ഒരു പോയിന്റിൽ നിന്ന് അവർ അങ്ങോട്ടേക്ക് കപ്പലിൽ തിരിച്ചു വിടും. ഇങ്ങനെയാണ് അതിൻ്റെ ട്രേഡ് നടക്കണമെന്നല്ല. അതായത് it tells you that exporters are scrambling for buyers. ബയേഴ്സിന് വേണ്ടിയിട്ട് നെട്ടോട്ടവും പരക്കം പായലും പോവുകയാണ്. അത് മാത്രമല്ല ഈ സാങ്ഷൻ പ്രൂഫ് ആയിട്ടുള്ള റൂട്ടും കൂടെ, അതായത് പല റൂട്ടും സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഈ റഷ്യൻ ക്രൂഡിന്. അതില്ലാത്ത സ്ഥലത്ത് കൂടെ വേണം പ്രോസ്പെക്റ്റീവ് ബയറിലേക്ക് കൊണ്ടെത്തിക്കാൻ. അതിന് വേണ്ടിയിട്ട് കപ്പലൊക്കെ വെള്ളത്തിൽ കിടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അഫക്റ്റ് ചെയ്യണത് എങ്ങനെ, നമ്മുടെ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സിനെയും ഫ്രൈറ്റ് റേറ്റ്സിനെയൊക്കെയാണ്. അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല. സാർ, അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ള സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഏതാണ്? ഞാൻ ആക്ച്വലി നിഖിൽ ഈ സ്പോട്ട്ലൈറ്റിൽ ഞാനൊരു 2 ദിവസം മുമ്പേ ഞാനൊരു ഹോട്ടലിൽ കഴിക്കാൻ പോയപ്പോൾ അതിൻ്റെ വാതിക്ക വെച്ച് നമ്മുടെ ഒരു പ്രേക്ഷകനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു റിക്വസ്റ്റ് ഭയങ്കരമായിട്ട് പറഞ്ഞു. അതായത് ഈ ഡേറ്റാ സെൻറ്റർ ബിസിനസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു AI എന്താണ്. ഇപ്പം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു നോക്കി, ഈ AI പ്യുവർ ഒരു AI സ്റ്റോക്ക് ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് അങ്ങനെ ഒരു പ്യുവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്യുവർ സ്റ്റോക്ക് ഇല്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എങ്കിലും ഇൻഡയറക്റ്റ്ലി എങ്കിലും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള. അപ്പം ഞാനൊന്ന് ജസ്റ്റ് പ്രേക്ഷകരുടെ അറിവിലേക്ക്, പ്രത്യേകിച്ച് ആ പ്രേക്ഷകൻ്റെ അറിവിലേക്കും വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുകയാണ്. അതായത് നമ്മൾ ഈ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ അധികം അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് സെക്യൂരിറ്റി സിസ്റ്റമും CCTVയും ഒക്കെ ഉണ്ടാവും. ആ ഡേറ്റാ സെൻറ്ററിൻ്റെ ആ ബിൽഡിങ്ങിനകത്ത് എന്തായിരിക്കുന്നത്, ഒരുപാട് ഹാർഡ്വെയർ ഇങ്ങനെ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു IT കമ്പനി നമ്മൾ ആലോചിക്കണമെങ്കിൽ എല്ലാ ഹാർഡ്വെയറിൻ്റെ മുമ്പിലും ഓരോ ആൾക്കാരുണ്ടാവും അല്ലേ. പക്ഷേ അവിടെ ഒരു സെർവർ റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്, കുറേ സെർവേഴ്സ്, കുറേ വയേഴ്സ്, ഹബ്ബ്, സ്വിച്ച്, റൗട്ടർ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിരിക്കും ആ ഒരു റൂം. അതിൻ്റെ ഒരു വലിയൊരു സൈസാണ് ഈ പറയുന്ന പോലെ ഡേറ്റാ സെൻറ്റർ. ഒരു സാധാരണ ബിൽഡിംഗ് ആയിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് EPC കോൺട്രാക്ടേഴ്സാണ്. നമ്മുടെ L&T പോലത്തെ കമ്പനികളോ അല്ലെങ്കിൽ സിവിൽ കോൺട്രാക്ടറൊക്കെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യണത്. അതിനകത്ത് ഇത്രയും ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ് എക്യുപ്മെൻറ്റും ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ അതിന് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് എന്ന് പറയുന്നത് അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ ഒക്കെ വേണം. അതിനൊരു നല്ല എന്താ പറയുക, ഒരു കൂളിംഗ് എൻവയറൺമെൻറ്റ് അതിന് വേണം. പിന്നെ നല്ല രീതിയിൽ AC, എയർ കണ്ടീഷൻ വേണം. അതിനകത്ത് നല്ലൊരു കൂളിംഗ് കാര്യം. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ GPUs എന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ കുറേ ഹാർഡ്വെയർ പറഞ്ഞല്ലോ, ഈ ഹാർഡ്വെയറിനകത്തൊക്കെ ആയിരിക്കുമല്ലോ ഈ GPUs ഇരിക്കുന്നത്. ഈ GPUസിനൊക്കെ ഭയങ്കര പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നല്ല തണുപ്പൊക്കെ അതിനകത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് അതിനകത്ത് ഈ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ് സർവീസസ് ഒക്കെ ഉണ്ട്. ആ ഹാർഡ്വെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലൗഡ് സർവീസസിനകത്ത് ഈ OpenAI പോലത്തെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ സെയിൽസ്ഫോഴ്സ് പോലത്തെ സോഫ്റ്റ്വെയറിനെയൊക്കെ അത് ഹോസ്റ്റ് ചെയ്യണമെന്നുള്ള, ഇതെല്ലാം അതിനകത്താണ് കിടക്കുന്നത്. ആ ഹാർഡ്വെയറിൻ്റെ ഡിജിറ്റൽ ക്ലൗഡിലാണ് സോഫ്റ്റ്വെയർസ് എല്ലാം കിടക്കുന്നത്. ഇതാണ് ഒരു ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ആ ഡേറ്റാ സെൻറ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, ഓഫ് കോഴ്സ് ഹാർഡ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ബിൽഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, സെക്യൂരിറ്റി സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്,
കൂളിംഗ് സിസ്റ്റമിലേക്ക് എയർ കണ്ടീഷൻസ് വളരെ HVAC ഒക്കെ സർവീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പവറാണ്. ഈ പവർ എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ പവർ അതിന് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പവറിനെ കുറിച്ച് എപ്പോഴും പറയുമല്ലോ, നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ പണ്ടൊക്കെ ഒരു പ്ലഗ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 6ഉം 7ഉം പ്ലഗായി. ഒരു കുടുംബത്തിന് തന്നെ അത് 4 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് തന്നെ 4 ഇലക്ട്രോണിക്സ് 5 ഇലക്ട്രോണിക് ഡിവൈസസ് ആയി. അപ്പോൾ പവറിൻ്റെ റിക്വയർമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ ആദ്യമായിട്ട് നമ്മൾ ഗരാജിലൊക്കെ, അതായത് ഷെഡിൽ പോലും പവർ പ്ലഗ് വെച്ച് തുടങ്ങിയ കാര്യം എന്താ, ഇലക്ട്രിക് വെഹിക്കിൾസ് കാർ വരുന്നു. അപ്പോൾ പവറിൻ്റെ റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ പവർ പല സോഴ്സിൽ നിന്നാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റിൽ നിന്ന്, കോൾ പവർ പ്ലാന്റിൽ നിന്ന്, ഹൈഡ്രോ പവർ പ്ലാന്റിൽ നിന്ന്, സോളാർ പവർ പ്ലാന്റിൽ നിന്ന്, വിൻഡ് പവർ പ്ലാന്റിൽ നിന്ന്. അതിൽ പലതും സ്റ്റേബിൾ ആയിട്ടുള്ള പവർ അല്ല. അപ്പോൾ ഈ സോളാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രാത്രി മാത്രമേ കിട്ടുള്ളൂ. രാത്രി കിട്ടത്തില്ല, രാവിലെ മാത്രം സൺലൈറ്റ് ഉള്ളപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. വിൻഡ് എന്ന് പറഞ്ഞാൽ വിൻഡ് ഉള്ളപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഗ്രിഡിൽ എല്ലാം കൂടെ വന്ന് നമ്മൾ ഈ ഡേറ്റാ സെൻറ്ററിലേക്ക് വരുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പവർ കിട്ടണം. ഫ്ലക്ച്വേഷൻസ് അതിനകത്ത് പാടില്ല എന്നുള്ളത്. അത് മാത്രമല്ല അൺഇൻറ്ററപ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യണം. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പല ഡേറ്റാസ് ഉണ്ട്. അതായത് ഒരു 5 മെഗാവാട്ട് ഡേറ്റാ സെൻറ്ററൊക്കെ പവർ ചെയ്യാൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 2500 ഹോമിലേക്ക് വേണ്ടിയിട്ടുള്ള പവറാണ്. അല്ലെങ്കിൽ അതിൽ കൂടി വരുമ്പോൾ ഒരുപാട് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വീട് പവർ ചെയ്യണ ഒരു പവർ വേണം ഒരു വലിയൊരു ഡേറ്റാ സെൻറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ ഇത്രയും ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള ഒരു പവറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേറ്റാ സെൻറ്റർ കൺസ്യൂം ചെയ്യണത്. അതിൻ്റെ ഫിഗേഴ്സിലോട്ട് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു ഡെഫിനറ്റ് ഫിഗർ ഇല്ല. പലരും പല സോഴ്സിൽ നിന്ന് പല രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരു ഡേറ്റാ സെൻറ്ററിന് എത്രയാണ് പവർ വേണ്ടത്? ആ പവർ എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഹോം പവർ ചെയ്യേണ്ട ഒരു പവർ, അല്ലെങ്കിൽ തൗസൻഡ്സ് ആൻഡ് ലാക്സ് ഓഫ് കാർസ് പവർ ചെയ്യേണ്ട, ഇലക്ട്രിക് കാർസ് പവർ ചെയ്യേണ്ട ഒരു പവറും കൂടെയാണ് ഒരു ഡേറ്റാ സെൻറ്ററിന് വേണ്ടതെന്നുള്ളത്. അതുമാത്രമല്ല ആ കിട്ടുന്ന പവർ അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഡേറ്റാ സെൻറ്ററിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഡേറ്റാ സെൻറ്റർ സാധാരണ ഒരു ചെറിയ ഡേറ്റാ സെൻറ്റർ ആണെങ്കിൽ യൂട്ടിലിറ്റി ഗ്രിഡ്, സാധാരണ യൂട്ടിലിറ്റി ഗ്രിഡിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു പവർ സോഴ്സ് ഇൻപുട്ടായിട്ട് എടുക്കാം. ഇനി അതുമാത്രമല്ല, എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ പവർ സപ്ലൈ ഇൻറ്ററപ്ഷൻ വരികയാണെങ്കിലോ ഒരു സ്റ്റെബിലിറ്റിയോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡീസൽ ജനറേറ്റേഴ്സൊക്കെ കൊണ്ട് നമുക്കതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്കപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ചെറിയ ഡേറ്റാ സെൻറ്റർ ആണെങ്കിൽ, അതായത് ചെറിയ സെൻറ്റർ ആണെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി ഗ്രിഡിൽ നിന്ന് പവർ എടുക്കാം, ജനറേറ്റർ ബാക്കപ്പുമായിട്ട് കൊടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞ വാക്ക് കേട്ടണം. ഹൈപ്പർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വലിയ ഡേറ്റാ സെൻറ്റർ, വലിയ കമ്പ്യൂട്ടിംഗ് പവറുള്ള ഡേറ്റാ സെൻറ്റർ, മേ ബി 50 മെഗാവാട്ട്സിനൊക്കെ മുകളിലുള്ളതാണെന്ന് വിചാരിക്കുക. ഒരു 5, 10, 15 ഒക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ യൂട്ടിലിറ്റി ഗ്രിഡും ഈ ജനറേറ്ററും ഒക്കെ മതി. വി കോൾ ഇറ്റ് ആസ് എ സ്മോൾ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഡേറ്റാ സെൻറ്റർ എന്ന് പറയാം. ഈ ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്ററിന് ഈ പറയുന്ന പോലെ നമുക്ക് യൂട്ടിലിറ്റി ഗ്രിഡോ ഈ ജനറേറ്റർ ബാക്കപ്പ് കൊണ്ടോ നടക്കില്ല. അവിടെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഗ്യാസ് ടർബൈൻസ് ആണ്. ഗ്യാസ് ടർബൈൻസ്. അപ്പോൾ ഈ ഗ്യാസ് ടർബൈൻസ് പറഞ്ഞാൽ ഗ്യാസ് ടർബൈൻസ് ആണ് ഈ വലിയ ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റേഴ്സിന് പ്രൈമറി സോഴ്സ് ഓഫ് പവർ ആൻഡ് കണ്ടിന്യൂസ് പവർ എന്നുള്ള കാര്യം. അത് മാത്രമല്ല ലോങ് ഡ്യൂറേഷൻ ബാക്കപ്പും ഈ ഗ്യാസ് ടർബൈൻസ് ആണ് പവർ ചെയ്യുന്നത് എന്നുള്ള ഡേറ്റാ സെൻറ്ററിന്. അത് മാത്രമല്ല ഈ ഗ്യാസ് ടർബൈൻസ് takes 4 times lesser space compared to a generator. ജനറേറ്ററിനെക്കാളും ഒരു 4 times lesser space മതി എന്നുള്ളതാണ്. അതുമാത്രമല്ല ഭയങ്കര എഫിഷ്യൻ്റ് ആണ് ഈ പറയുന്ന പോലെ ഗ്യാസ് ടർബൈൻ. പിന്നെ എൻവയറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, മെയിൻ്റനൻസ് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ലാർജ് ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റേഴ്സിന് ഒരു ഗ്യാസ് ടർബൈനാണ് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള സർവീസിന് വേണം. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഖത്തർ എക്കണോമിക് ഫോറത്തിൻ്റെ പാനൽ ഡിസ്കഷൻ, അത് നമ്മൾ നെറ്റിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു 10-25 വീഡിയോസ് ഉണ്ട്, നല്ല രസമുണ്ട്. ഓരോ നമ്മൾ കാണാത്ത ലോകത്തിലെ ഖത്തർ ഇപ്പോൾ ഭയങ്കര ഉയർന്നു വരുന്ന ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രി ആണല്ലോ. അവർ പല സ്ഥലത്തു നിന്നും അവർ ഗസ്റ്റിനെ കൊണ്ടുവന്ന് എല്ലാ കമ്പനിയുടെ ടോപ്പ് ആൾക്കാർ, ഇൻഡസ്ട്രി എക്സ്പേർട്സ്, ഡൊമൈൻസ് എക്സ്പേർട്സിനെയൊക്കെ വെച്ച് നടത്തുമ്പോൾ ആ വീഡിയോ ഒക്കെ കാണുന്നത് നമ്മൾ ഇന്ത്യൻ വീഡിയോസ് മാത്രമല്ലേ കാണുള്ളൂ. അതുകൂടാതെ അതും കാണണമെന്നുള്ള. അപ്പോൾ അതിനകത്ത് നവീദ് ചാംദിയ എന്ന് പറയുന്ന ഹെഡ് ഓഫ് റിയൽ എസ്റ്റേറ്റ് അറ്റ് QIA എന്ന് പറഞ്ഞാൽ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ്റെ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഈ ഡേറ്റാ സെൻറ്ററൊക്കെ കൂടുതലും റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ടെക്നോളജി മാത്രമല്ല ഈ ഡേറ്റാ സെൻറ്റർ ഞാൻ പറഞ്ഞില്ല, ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് എ സിവിൽ കൺസ്ട്രക്ഷൻ. നമ്മളൊരു സ്ഥലമിൽ ഡേറ്റാ സെൻറ്ററിന് വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്റർ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ക്ലയൻസിന് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൻ്റെ ഭാഗം കൂടെയാണ് ഡേറ്റാ സെൻറ്റർ. അപ്പം നവീദ് ചാംദിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഖത്തർ
എക്കണോമിക് ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ഈ ഡേറ്റാ സെൻറ്ററിൻ്റെ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഒരു LNG ഗ്യാസ് ടർബൈൻ ആണല്ലോ, LNG പവേർഡ് ഗ്യാസ് ടർബൈൻ യൂസ് ചെയ്ത ഡേറ്റാ സെൻറ്ററുകൾ വരെ വരുന്നുണ്ട് എന്നുള്ള. അപ്പോൾ LNG പവർ ചെയ്ത് വരുന്നു എന്നൊക്കെ ഉള്ള, അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള ഗ്യാസ് ടർബൈൻ. അതായത് ഗ്യാസ് ടർബൈനിന് ഗ്യാസ് ആണ് ഇൻപുട്ട് എന്നുള്ളത്. അത് LNG ഉള്ളതുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് വിടുകയാണെന്നുള്ള. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ആ ഡേറ്റാ സെൻറ്ററിന് ഈ LNG പവേർഡ് ആയിട്ടുള്ള ഡേറ്റാ സെൻറ്ററിന് ഗ്യാസ് ടർബൈൻസ് വേണം. ആ ഗ്യാസ് ടർബൈൻസ് ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻ 3 കമ്പനിയാണ്. ആ 3 കമ്പനികളെ അദ്ദേഹം പറയുന്നത് GE, സീമെൻസ്, ഇനിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അത് അവരുടെ ബ്രാൻഡാണ്. ജെൻബാഷർ, വൗക്കേഷ്യ എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡുകളുണ്ട്, അതായത് ഗ്യാസ് ടർബൈൻസ് അങ്ങനെ ഉണ്ടാക്കുന്ന കമ്പനി. ഈ 3 കമ്പനിയാണ് പ്രൈമറിലി ഗ്യാസ് ടർബൈൻ സപ്ലൈ. അവരെ 4 കൊല്ലത്തേക്ക് വെയിറ്റിംഗ് പീരീഡാണ്. അവരുടെ നിന്ന് ആ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ 4 കൊല്ലം വെയിറ്റിംഗ് പീരീഡാണ്. അതായത് ഫുള്ളി ബുക്ക്ഡാണ് GE, സീമെൻസും, ഇനിയോ. എന്നാൽ വേറെ ചെറിയ സപ്ലയേഴ്സൊക്കെ വേറെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പനി ചെറുതല്ല, പക്ഷേ വലിയ മേജർ സപ്ലയേഴ്സ് അല്ല. കാറ്റർപില്ലർ, മിറ്റ്സുബിഷി, അൻസാൽഡോ എനർജിയ എന്നൊക്കെ പറഞ്ഞ് വേറെ കമ്പനീസ്. ബട്ട് മെയിൻലി സീമെൻസ്, GE ആൻഡ് ഇനിയോ ആണ് ഇതിൻ്റെ ആൾക്കാർ. ഈ കാറ്റർപില്ലർ പോലെ കമ്പനിയിൽ ഏതാണ്ട് 9 months ആണ് വെയിറ്റിംഗ് പീരീഡ്. ഈ 3 കമ്പനിയിലും ഏതാണ്ട് 4 years വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഡേറ്റാ സെൻറ്റർ ബിസിനസ്സിൻ്റെ ഒരു ചലഞ്ചായിട്ടാണ് പറയുന്നത്. ഗ്യാസ് ടർബൈൻ വേണം, പക്ഷേ അത് ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നില്ല എന്നുള്ള. ഈ ഗ്യാസ് ടർബൈൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഇൻപുട്ട് എന്താ? അത് ഗ്യാസ് ആവാം, LNG ആവാം, മേ ബി ഫ്യൂച്ചറിൽ ഹൈഡ്രജനൊക്കെ ആവാം. ബട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഗ്യാസ് ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റോട്ടർ, കറങ്ങുന്ന ഒരു റോട്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈക്ക് ഈ റോട്ടർ അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് റോട്ടർ കൊണ്ടൊരു ആവശ്യമില്ല. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞല്ലോ, ആ ഗ്യാസിനെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആക്കുന്നു. അപ്പോൾ ദെയർ ഹാസ് ടു ബി സം ഡിവൈസ് വിച്ച് കൺവേർട്സ് ദിസ് മെക്കാനിക്കൽ എനർജി ഇൻ ടു യൂസബിൾ ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ ഡേറ്റാ സെൻറ്റർ ഇവിടെ നമ്മൾ ഗ്യാസ് ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. അതൊരു റോട്ടർ പോലത്തെ സാധനമാണ്. അപ്പോൾ ആ റോട്ടറിലേക്ക് വേറൊരു സാധനം കണക്ട് ചെയ്താൽ മാത്രമേ ആ കറങ്ങുന്നതിൽ നിന്ന് നമുക്ക് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ യൂസബിൾ എനർജി ആയിട്ട് ഡേറ്റാ സെൻറ്ററിന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ദ ജനറേറ്റർ സിറ്റ്സ് ബിറ്റ്വീൻ ദ ഗ്യാസ് ടർബൈൻ, അതായത് സ്പെഷ്യലൈസ്ഡ് ജനറേറ്റർ സിറ്റ്സ് ബിറ്റ്വീൻ ഗ്യാസ് ടർബൈൻസ് ആൻഡ് ഡേറ്റാ സെൻറ്റർ എന്നുള്ളതാണ്. ആ ഗ്യാസ് സപ്ലൈ ഈ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്നത് ഈ 3 കമ്പനിക്ക്, അതായത് സീമെൻസ്, GE, ഇനിയോ എന്ന് പറയുന്ന കമ്പനിക്ക് ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ലിസ്റ്റഡ് ആണ്. 4 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ഉള്ളൊരു ബിസിനസ്സാണെന്ന് ആലോചിച്ചോളാം. ആ ബിസിനസ്സിന് ആ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന കമ്പനി ഇന്ത്യയിൽ ലിസ്റ്റഡ് ആണ്. അതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ആ ബിസിനസ്സാണ് TD പവർ സിസ്റ്റംസ്. അതായത് TD പവർ സിസ്റ്റം ഈസ് എ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ഇൻ ഇന്ത്യ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ മാനുഫാക്ചർ. അവരൊരു വലിയൊരു ഗ്ലോബൽ മാനുഫാക്ചർ ഓഫ് ജനറേറ്റേഴ്സ്, അതായത് AC ജനറേറ്റേഴ്സ് ഫോർ ടർബൈൻസ്. ഗ്യാസ് ടർബൈൻസിനൊക്കെ ഈ ഡേറ്റാ സെൻറ്ററായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ AC ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് TD പവർ സിസ്റ്റം. രണ്ടാമത് ഈ ഡീസൽ എൻജിൻസിന് വേണ്ടിയിട്ടും ഇവർ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വളരെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിനും ഇവർ ജനറേറ്റർ സപ്ലൈ ഉണ്ട്. ഉദാഹരണത്തിന് നേവൽ ഷിപ്സ്, മാരിടൈം വെസൽസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, ട്രെയിൻസ്, ലൊക്കോമോട്ടീവ്, സോളാർ എനർജി ഇൻഡസ്ട്രി, ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഒരു ഇൻഡയറക്റ്റ് പ്ലേ ആണ് ഈ ജനറേറ്റർ കമ്പനി, ദാറ്റ് ഈസ് TD പവർ സിസ്റ്റം എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ഇത് കൂടാതെ മോട്ടോഴ്സ് ഉണ്ട്, അതായത് ഇൻഡക്ഷൻ മോട്ടറുണ്ട്, സിങ്ക്രണസ് മോട്ടോഴ്സ് ഉണ്ട്, ട്രാക്ഷൻ മോട്ടോഴ്സ്. ഇതൊക്കെയാണ് അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഇവരുടെ ഫെസിലിറ്റി നമ്മൾ അവരുടെ വെബ് പേജിൽ കണ്ടുകഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി വിത്ത് റോബോട്ടിക്സ്, ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിങ് സിസ്റ്റംസ് ഒക്കെയാണെന്നുള്ള. ഇതിൻ്റെ ഇൻപുട്ടായിട്ടുള്ള മെറ്റൽസ് ഒക്കെ, കോപ്പർ, സ്റ്റീലിനൊക്കെ ഇവർ നന്നായിട്ട് ഹെഡ്ജ് ചെയ്ത് തന്നെയാണ് ബിസിനസ് നടത്തുന്നത്. ഇത് കൂടാതെ ഇവർക്ക് ടർക്കിയിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്, ടർക്കിയിൽ ഒരു അസംബ്ലിംഗ് യൂണിറ്റ് ഉണ്ട്. ഈ ടർക്കി എന്തുകൊണ്ട് ഇവർ തുടങ്ങി വെച്ചാൽ ടർക്കിയിൽ ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ US എന്തെങ്കിലും റെസ്ട്രിക്ഷൻ, ടാരിഫ് പോലത്തെ റെസ്ട്രിക്ഷൻ ഇന്ത്യയിൽ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇവർ ഇവിടുന്ന് ടർക്കിയിലേക്ക് അയച്ച്
ടർക്കിയിൽ അസംബിൾ ചെയ്ത് മെയ്ഡ് ഇൻ ടർക്കി എന്ന് പറയുന്ന ബ്രാൻഡായിട്ട് ഇവർ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് US പോയിട്ട് ഈ സാങ്ഷൻസ് അല്ലെങ്കിൽ ടാരിഫ് അവോയ്ഡ് ചെയ്യും. ഇതുകൂടാതെ ഇവർക്ക് യൂറോപ്പിലും ഇവർക്ക് ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏത് ഫെസിലിറ്റി? ഇപ്പം GE യൂറോപ്പുണ്ട്, സീമെൻസ് യൂറോപ്പുണ്ട്, ഇനിയോ യൂറോപ്പുണ്ട്. ആ OEMലേക്ക് ഇവർ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് അയക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് നേരെ US പോകുമ്പോൾ ഈ സാങ്ഷൻസും ടാരിഫൊന്നും ഈ കമ്പനിയെ ബാധിക്കുന്നില്ല എന്നാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഗൈഡൻസ് ആണ് അവർ തന്നത്. അത് അവരുടെ മാനേജ്മെൻറ്റ് വർത്താനം കേട്ട 2028 വരെ സ്ട്രോങ് വിസിബിലിറ്റി അവരുടെ കാര്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ FY 24-25 റവന്യൂ എന്ന് പറഞ്ഞാൽ 1302 കോടിയാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 174 കോടിയാണെന്നാണ്. ഈ കമ്പനി ഇത്രയും ഒരു ക്യാപിറ്റൽ ഹെവി എഞ്ചിനീയറിംഗ് ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനി സെക്ടറിലാണെങ്കിൽ പോലും ഇവർക്ക് ഡെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ഡെപ്റ്റേ ഉള്ളൂ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 757 rupees, ട്രേഡിംഗ് അറ്റ് എ മാർക്കറ്റ് ക്യാപ്പ് ഓഫ് 11,824 crores. ഇത് നമ്മൾ എന്തുകൊണ്ട് ഇതിന് മുമ്പേ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പല പ്രേക്ഷകരും പണ്ട് കണ്ടവർ ഇപ്പോഴും ഇല്ലല്ലോ. അപ്പോൾ ഓരോ ടൈമിലും നമുക്ക് പ്രേക്ഷകർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോ പുതിയ ചോദ്യങ്ങൾ വന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ കണ്ട നമ്മുടെ ഒരു വ്യക്തി എല്ലാ പ്രേക്ഷകരും നമുക്ക് ഡിയറാണ്. അവരുടെ ക്രിറ്റിസിസവും അവരുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറഞ്ഞപ്പോൾ ഒരു പ്യുവർ പ്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കോ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വെറുതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അതിന് സപ്ലൈ ചെയ്യുന്ന ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പനിയെ നമ്മൾ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇതൊരു സോളിസിറ്റേഷനോ അഡ്വൈസോ റെക്കമെൻഡേഷനോ ആയിട്ട് കരുതരുത്. അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം തന്നെയാണ്. ഇതിനകത്ത് ഒരു ഡിസ്ക്ലോഷറും കൂടെ എനിക്ക് പറയാനുണ്ട്. നിഖിലിന് ഇത് ഹോൾഡിംഗ് ഇല്ല, ബട്ട് എൻ്റെ ഫാമിലിയിൽ എൻ്റെ മകൻ്റെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളൊരു ഡിസ്ക്ലോഷർ ഞാൻ പറയുന്നു. ഇനിയുള്ള 5 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് ഫർദർ ആയിട്ടുള്ളൊരു ബൈങ് ഇതിനകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സെഷനിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നാളെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.